മരണം നടന്നത് ശരീരത്തിൽ നിന്ന് ആത്മാവിനെ മോചിപ്പിക്കുവാനുള്ള ശ്രമത്തിനിടെ. അരുണാചൽ പ്രദേശിലെ ഇറ്റാനഗറിൽ ഹോട്ടൽ മുറിയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച 3 അംഗ സംഘത്തിലെ നവീൻ സാത്താൻ സേവയുമായി ബന്ധപ്പെട്ട ടെലഗ്രാം ഗ്രൂപ്പുകളിൽ സജീവ അംഗമായിരുന്നു എന്ന് വിവരം. ശരീരത്തിൽ നിന്ന് ആത്മാവിനെ മോചിപ്പിക്കുന്ന ആസ്ട്രൽ പ്രൊജക്ഷനെ കുറിച്ച് നവീൻ അറിയുവാൻ ശ്രമിച്ചിരുന്നതായുള്ള വ്യക്തമായ തെളിവുകൾ പോലീസിന് കിട്ടി. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് ഇവർ അരുണാചൽ പ്രദേശിൽ എത്തിയത് എന്നാണ് വിവരം. ജീവിത പങ്കാളിയായ ദേവിക്ക് ഇക്കാര്യം മനസ്സിലാക്കി കൊടുക്കുകയായിരുന്നു നവീന്റെ ആദ്യ ദൗത്യം. അതിനായി ഇതിനു മുമ്പ് ഒരു വട്ടം അരുണാചൽ പ്രദേശിൽ എത്തിയിരുന്നു. വർഷങ്ങളായി നവീനൊപ്പമുള്ള സഹവാസത്തിലൂടെ പുനർജന്മത്തിലടക്കം വിശ്വസിച്ചിരുന്ന ദേവി ഭർത്താവ് പറയുന്നതെല്ലാം അന്ധമായി വിശ്വസിച്ചിരുന്നു. ദേവി ഇക്കാര്യങ്ങൾ അടുത്ത സുഹൃത്തായ ആര്യയോടും പങ്കിടുകയും ആര്യയെ കൂടെ ഈ ലൈനിലേക്ക് കൊണ്ടുവരികയും ചെയ്തു എന്നാണ് കരുതുന്നത്. അതേസമയം ഇത്തരം ഗ്രൂപ്പുകൾ കേന്ദ്രീകരിച്ച് വൻ സാമ്പത്തിക തട്ടിപ്പുകൾ നടക്കുന്നതായി വിവരമുണ്ട്. ആത്മഹത്യയിലൂടെ പുനർജന്മം സാധ്യമാക്കുവാനാണ് നവീൻ ശ്രമിച്ചത്. നിലവിലുള്ളതിനേക്കാൾ മികച്ച ജീവിതമാണ് മരണാനന്തരം ലഭിക്കുന്നതെന്നാണ് സാത്താൻ സേവകർ പഠിപ്പിക്കുന്നത്. ദൈവത്തെക്കുറിച്ചും ആത്മീയതയെക്കുറിച്ചും സംസാരിച്ചാണ് ഈ ഗ്രൂപ്പുകളിലേക്കുള്ള കെണിയൊരുക്കുന്നത്. ഈ സംസാരം പിന്നീട് മറ്റൊരു തരത്തിലേക്ക് കടക്കും. ആത്മീയമായി ഉയർച്ച ഉണ്ടാകുന്ന സന്ദേശങ്ങൾ ഇവർ ദിവസവും നൽകിക്കൊണ്ടേയിരിക്കും. കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് ക്ഷണിക്കുന്നതാണ് അടുത്ത രീതി. കെണിയിൽപ്പെടുന്നവർ മരണശേഷമുള്ള സുഖജീവിതത്തെപ്പറ്റി വിവരങ്ങൾ കൈമാറി പങ്കാളികളെയും സുഹൃത്തുക്കളെയും കൂടെ കൂട്ടും. ഇതാണ് നവീൻ വഴി ദേവിയിലേക്കും പിന്നീട് ആര്യയിലേക്കും നീണ്ടതും ഒടുക്കം മൂവരുടെയും മരണത്തിന് വഴിയൊരുക്കിയതുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ ഇപ്പോഴത്തെ വിലയിരുത്തൽ. ദേവിയും നവീനും യാത്ര പോകുന്നതിന് ഒരാഴ്ച മുമ്പ് കോട്ടയത്തെ വീട്ടിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തിയിരുന്നു. മാർച്ച് 27-നാണ് ആര്യയെ വീട്ടിൽ നിന്ന് കാണാതായത്. എന്നാൽ മാർച്ച് 17-ന് ദേവിയും നവീനും കോട്ടയത്തെ വീട്ടിൽ നിന്നിറങ്ങിയിരുന്നു. 10 ദിവസം ദേവിയും നവീനും എവിടെയായിരുന്നു എന്ന അന്വേഷണത്തിനാണ് പോലീസ്. തിരുവനന്തപുരം കഴക്കൂട്ടം ഭാഗത്തായിരുന്നു ആ ദിവസങ്ങളിൽ ഇവർ ഉണ്ടായിരുന്നത് എന്നാണ് വിവരം. മുറിക്കുള്ളിൽ നിന്നും അന്യഗ്രഹത്തിലേക്കുള്ള ജീവിതത്തെപ്പറ്റിയായിരുന്നു ഇവരുടെ തിരച്ചിലുകൾ. ഇക്കാര്യങ്ങൾക്കായി നവീൻ ബന്ധപ്പെട്ടിരുന്ന ആളുകളെ കണ്ടെത്തുവാൻ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ആത്മഹത്യയെന്നാണ് പ്രാഥമിക നിഗമനമെങ്കിലും കൊലപാതക സാധ്യത പരമാവധി അന്വേഷിക്കണമെന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. കാണാതായ മകളെയും കാത്ത് തകർന്നിരിക്കുന്ന ആര്യയുടെ അമ്മയോട് മരണവിവരം എങ്ങനെ അറിയിക്കുമെന്ന വിഷമത്തിലായിരുന്നു ബന്ധുക്കൾ. അടുത്ത മാസം നടക്കേണ്ടുന്ന വിവാഹത്തിന്റെ തിരക്കിലായിരുന്നു അമ്മ. മകളെ കാണാതായതിനു പിന്നാലെ ആരോഗ്യം വഷളായതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിച്ച അമ്മയെ ഇന്നലെ വൈകുന്നേരമാണ് ബന്ധുക്കൾ ആര്യയുടെ മരണവിവരം അറിയിച്ചത്. ഇന്ന് വൈകിട്ടോടുകൂടി മൂവരുടെയും മൃതദേഹം തിരുവനന്തപുരത്തെത്തിക്കും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.